ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നിങ്ങൾക്കെല്ലാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് 5 ആക്ടിവിറ്റീസും നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ 4ലും 5നും നിങ്ങൾക്ക് എയും ബിയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് എ ക്വസ്റ്റ്യനോ ബി ക്വസ്റ്റ്യനോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ലിസൺ ആൻഡ് ആൻസർ എന്നാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ മിസ് ഒരു സ്റ്റോറി വായിച്ച് തന്നിട്ടുണ്ടാവും അല്ലേ? അത് കേട്ടിട്ടാണ് താഴെ തന്നിട്ടുള്ള ഈ ഒരു 5 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെയുണ്ടായിരുന്നു, ഈസി ആയിരുന്നോ എന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്, വായിച്ച് എഴുതാൻ. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പാസേജ് വായിക്കാം. ഇൻ എ ക്വയറ്റ് ഗ്രീൻ ഫോറസ്റ്റ് ദർ ലിവ്ഡ് എ ചീർഫുൾ ലിറ്റിൽ റാബിറ്റ് നെയ്മഡ് മിന്നു. ഒരു ശാന്തമായ പച്ചക്കാട്ടിലെ ഒരു സന്തോഷവതിയായ ഒരു റാബിറ്റ് ജീവിച്ചിരുന്നു. മിന്നു എന്നായിരുന്നു പേര്. മിന്നു വാസ് സ്മോൾ, മിന്നു ചെറുതായിരുന്നു. ബട്ട് ഷീ വാസ് വെരി ക്ലെവർ, പക്ഷെ അവൾ നല്ല ബുദ്ധിമതിയായിരുന്നു. ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമതിയായിരുന്നു. എവറി മോർണിംഗ് ഷീ ഹോപ്പ്ഡ് ഔട്ട് ഓഫ് ഹെർ ബറോ ലുക്കിംഗ് ഫോർ ഫുഡ്. ബറോ എന്ന് പറഞ്ഞാൽ താവളം, മാളം, കുയി എന്നൊക്കെ പറയും റാബിറ്റ് നിൽക്കുന്നത്. സോ എന്നും എന്താണ്, രാവിലെ എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം ഉണ്ടോയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. വൺ സണ്ണി മോർണിംഗ്, ഒരു വെയിലുള്ള രാവിലെ, മിന്നു ഫൗണ്ട് എ ബിഗ് കാരറ്റ് നിയർ ദി റിവർ. പുഴക്കരിയിൽ വലിയൊരു കാരറ്റ് കണ്ടു. സൂൺ എ ഹംഗ്രി ഫോക്സ് അപ്പിയർഡ് ദേർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിശന്നിരിക്കുന്ന, ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന ഫോക്സ് അവിടേക്ക് വന്നു. എ ലിറ്റിൽ റാബിറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ സെഡ് ദ ഫോക്സ്. ഫോക്സ് എന്ത് പറഞ്ഞു? ഇന്ന് ഈ ലിറ്റിൽ ചെറിയ റാബിറ്റാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു. മിന്നു ഗോട്ട് ഫ്രൈറ്റൻഡ്. ഇത് കേട്ടപ്പോൾ മിന്നു പേടിച്ചു പോയി. ബട്ട് ഷീ ക്വിക്ക്ലി ഗോട്ട് എൻ ഐഡിയ. പക്ഷെ അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഓ മിസ്റ്റർ ഫോക്സ്, ഷീ സെഡ് പൊളൈറ്റ്ലി. അവൾ പൊളൈറ്റായിട്ട് വിനയത്തോടെ പറയാണ്, യു കാണ്ട് ഈറ്റ് മീ നൗ. നിനക്ക് എന്നെ ഇപ്പോൾ കഴിക്കാനാവില്ല. ലുക്ക് അറ്റ് ദാറ്റ് ഷേഡോ ബിഹൈൻഡ് യു. നിൻ്റെ പിന്നിലുള്ള നിഴലിനെ നോക്കൂ. എ ലയൺ ഈസ് കമ്മിങ് ടു ഈറ്റ് അസ് ബോത്ത്. ഒരു സിംഹം നമ്മൾ 2 പേരെയും കഴിക്കാൻ വരികയാണ് എന്ന്. എ ലയൺ, ദ ഫോക്സ് ടേൺഡ് അറൗണ്ട് ഇൻ ഫിയർ. ഇത് ലയണോ സിംഹമോ എന്ന് കേട്ടപ്പോൾ നമ്മുടെ ഫോക്സ് പേടിച്ചു പോയി. ഇറ്റ് ഈസ് ദ ടൈം മിന്നു ക്വിക്ക്ലി ടുക്ക് ദി ക്യാരറ്റ് ആൻഡ് ഹോപ്പ്ഡ് അവേ ഫാസ്റ്റ്. ഈ ഒരു ഫോക്സ് പേടിച്ച് നിൽക്കുന്ന ഈ സമയം കൊണ്ട് പെട്ടെന്ന് എന്താണ്, റാബിറ്റ് ഈ ഒരു ക്യാരറ്റ് എടുത്ത് കണ്ട് എസ്കേപ്പ് ചെയ്തു, പെട്ടെന്ന് സ്ഥലം വിട്ടു. ദ ഫോക്സ് ഡിഡിൻറ്റ് ഫൈൻഡ് എനി ലയൺ ബിക്കോസ് ദർ വാസ് നോ ലയൺ അറ്റ് ഓൾ. ഫോക്സിന് അവിടേക്കൊന്ന് നോക്കിയിട്ട് ലയണിനെ കണ്ടുപിടിക്കാനായില്ല. കാരണം എന്താണ്, അവിടെ ലയണില്ല. മിന്നു കള്ളം പറഞ്ഞതാണല്ലേ. മിന്നു റീച്ച്ഡ് ഹോം ആൻഡ് എയ്റ്റ് ദി ക്യാരറ്റ്. മിന്നു അങ്ങനെ വീട്ടിലെത്തി അവൾ അവളുടെ ക്യാരറ്റൊക്കെ നല്ല സുഖമായിട്ടിരുന്ന് കഴിച്ച്. നല്ലൊരു അടിപൊളി കഥയായിരുന്നു അല്ലേ. നമുക്കിനി ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, മിന്നു ഈസ് എ ലയൺ ആണോ, ഫോക്സ്, റാബിറ്റ്, മങ്കി? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. മിന്നു ഒരു റാബിറ്റ് ആണ്. ആൻസർ സി ആണ്, റാബിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിന്നു ഫൈൻഡ് നിയർ ദി റിവർ? പുഴക്കരികിൽ മിന്നു എന്താണ് കണ്ടത്? ആൻ ആപ്പിൾ, എ ബിഗ് ക്യാരറ്റ്, എ ഫിഷ്, എ ബെറി. എന്താണ് അവൾ പുഴക്കരികിൽ കണ്ടത്? എ ബിഗ് ക്യാരറ്റ്. ബി ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ്. മൂന്നാമത്തത്, ഹൂ വാണ്ടഡ് ടു ഈറ്റ് മിന്നു? ആർക്കാണ് മിന്നുവിനെ കഴിക്കേണ്ടിയിരുന്നത്? ഫോക്സ്. ഇനി നാലാമത്തത്, ഫൈൻഡ് എ വേർഡ് ഫ്രം ദി സ്റ്റോറി വിച്ച് മീൻസ് അഫ്രൈഡ്. അഫ്രൈഡ് എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് കഥയിൽ നിന്ന് കണ്ടെത്താനാണ്. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക.
നമുക്ക് സ്റ്റോറിയിൽ തന്നിട്ടുണ്ടായിരുന്നു മിന്നു ഗോഡ് ഫ്രൈറ്റൻഡ്. ഫോക്സിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മിന്നു പേടിച്ചു പോയില്ലേ, ഫ്രൈറ്റൻഡ് എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിട്ടുള്ള സെൻറ്റൻസസ് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് എഴുതാനാണ്. ദ ഫോക്സ് ഈസ് അഫ്രെയ്ഡ് ഓഫ് ദി ലയൺ. ഫോക്സ് ലയണിനെ എന്തായിരുന്നു, പേടിയായിരുന്നു. ശരിയാണല്ലേ, ഫോക്സിന് ലയണിനെ പേടിയായിരുന്നു, സിംഹത്തെ പേടിയായിരുന്നു. ബി, മിന്നു ഗോഡ് ഫ്രൈറ്റൻഡ് ഓൺ സീയിങ് ദി ഫോക്സ്. ഇതും കറക്റ്റാണ്, മിന്നു ഫോക്സിനെ കണ്ട് പേടിച്ചിരുന്നു. ഇനി സി, ദി ലയൺ വാസ് ബിഹൈൻഡ് ദി ഫോക്സ്. ഫോക്സിൻ്റെ പിന്നിൽ ലയൺ ഉണ്ടായിരുന്നു. ഇല്ല, തെറ്റാണ്, അത് മിന്നു കള്ളം പറഞ്ഞതാണ്. സോ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡി, ദ ഫോക്സ് ടേൺഡ് ടു സീ ദി ലയൺ. ലയണിനെ കാണാൻ വേണ്ടിയിട്ട് ഫോക്സ് തിരിഞ്ഞു നോക്കി. ഇതും ശരിയാണ്. എയും ബിയും ഡിയും ശരിയാണ്. അതേതാ ഓപ്ഷൻ നോക്കിക്കേ, എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതണം, എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ് എന്നുള്ളത്. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തൊരു ഷോർട്ട് നോട്ട്, ഒരു ഷോർട്ട് നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്രത്തിൽ നമുക്ക് കാണാം, ഒരു ദിവസം 2 കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവർക്ക് നിലത്ത് നിന്നും ഒരു ചെയിൻ കിട്ടി. എന്നിട്ട് അവർ സ്കൂളിലെത്തിയിട്ട് അവരുടെ മിസ്സിന്, ടീച്ചർക്ക് അത് കൈമാറി. അസംബ്ലിയിൽ വെച്ച് അതിൻ്റെ ഉടമസ്ഥയെ കണ്ടെത്തി ഹെഡ് മാസ്റ്റർ അവർക്കത് കൊടുത്തു. കുട്ടികളെ അസംബ്ലിയിൽ പ്രശംസിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ കഥ മനസ്സിലാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നരേറ്റ് ചെയ്ത് എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാം? 1 day 2 children were വാക്കിംഗ് ടു സ്കൂൾ. ഒരു ദിവസം 2 കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഓൺ ദ വേ ദേ ഫൗണ്ട് എ ചെയിൻ ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ അവർ നിലത്ത് ഒരു ചെയിൻ കിടക്കുന്നത് കണ്ടു. ദേ പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദെയർ ടീച്ചർ അറ്റ് സ്കൂളും. അവരതെടുത്തിട്ട് സ്കൂളിലെത്തിയപ്പോൾ അവരത് ടീച്ചർക്ക് കൊടുത്തു. ഡ്യൂറിങ് ദി സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ദി ഹെഡ് മാസ്റ്റർ ഫൗണ്ട് ദി ഓണർ ഓഫ് ദി ചെയിൻ ആൻഡ് റിട്ടേൺഡ് ഇറ്റ്. ഹെഡ് മാസ്റ്റർ അതിൻ്റെ ഓണറെ കണ്ടെത്തിയിട്ട് അസംബ്ലിയിൽ വെച്ചിട്ട് അത് തിരിച്ചു കൊടുത്തു. എവരി വൺ അപ്രിസിയേറ്റഡ് ദി ചിൽഡ്രൻ ഫോർ ദെയർ ഹോണസ്റ്റി. എല്ലാവരും കുട്ടികളുടെ സത്യസന്ധതയെ കുറിച്ചിട്ട് പ്രശംസിച്ചു. സോ ഇത്രയുമാണ് നമ്മുടെ കഥ വരുന്നത്. നാലാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. നിങ്ങൾക്കിവിടെ നാലാമത്തതിൽ എയും ബിയും ചോദ്യം തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം, നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. ഇവിടെ മിനു ഈസ് ഫോണ്ട് ഓഫ് സ്റ്റോറീസ്. ഫോണ്ട് ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ കഥകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. ഷീ വാണ്ട് ടു ടേക്ക് സം ബുക്സ് ഫോർ റീഡിങ്. അവൾക്ക് കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ എടുക്കേണ്ടതുണ്ട്. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മിനു ആൻഡ് ഹെർ ടീച്ചർ. അങ്ങനെ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ടുള്ള മിനുവിൻ്റെയും അവളുടെ ടീച്ചറിൻ്റെയും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. സോ ഇവിടെ ആദ്യം തന്നെ മിനു എന്താണ് മിസ്സിനോട് എന്ത് പറയും? ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ തിരിച്ച് ഗുഡ് മോർണിംഗ് മിനു എന്ന് പറയും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? മിനു, ഐ ലവ് സ്റ്റോറീസ്. എനിക്ക് കഥകൾ ഇഷ്ടമാണ്. ക്യാൻ ഐ ടേക്ക് സം ബുക്സ് ഫോർ റീഡിങ്? എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ എടുക്കാൻ പറ്റുമോ? ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലതാണ്. യു ക്യാൻ ചൂസ് സം ഫ്രം ദി ലൈബ്രറി. നിനക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. മിനു, താങ്ക് യു ടീച്ചർ. ഐ വിൽ റീഡ് ദം ആൻഡ് റിട്ടേൺ സൂൺ. ഞാൻ അത് വായിച്ചിട്ട് വേഗം തിരിച്ചു വെക്കാം. ടീച്ചർ, വെരി ഗുഡ്. മിനു, ഹാപ്പി റീഡിങ്. സോ ഇത്രയുമാണ് നമ്മൾ എഴുതിയത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ ഇഷ്ടമുള്ള രീതിക്ക് ഈ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ അടുത്തത് ബി നോക്കാം. ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് റാൻ ഇൻ ടു ദി ലിവിങ് റൂം. ഇത് നമ്മുടെ യൂണിറ്റ് ഫസ്റ്റിലത്തെ ചാപ്റ്റർ ആണ് അല്ലേ? ദിൽനയും ഐസക്കിൻ്റെയും സ്റ്റോറി നമ്മൾ ഇന്നലെ ഡയറി പറഞ്ഞപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ കഥ നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ്. ദേ സോ ദെയർ മദർ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അവരുടെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഹെർ ബ്രദർ. ആ സമയത്ത് ദിൽനയും അവളുടെ അനിയനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്.
ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സംഭാഷണം എഴുതി നോക്കാം. ദിൽന, ഐസക് ലുക്ക് മം ഈസ് ലൈങ് ഓൺ ദ ഫ്ലോർ. ഐസക് നോക്ക്, നമ്മുടെ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഐസക്, ഓ വാട്ട് ഹാപ്പൻ ടു ഹെർ, എന്താണ് അവർക്ക് സംഭവിച്ചത്? വാട്ട് വിൽ വി ഡു നൗ, നമ്മൾ എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക? ദിൽന, ഐ വിൽ കോൾ ദി ഫയർ സ്റ്റേഷൻ, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിക്കാം. സ്റ്റേ വിത്ത് മീ, എൻ്റെ കൂടെ നിൽക്ക്. ഐസക്, ഐ ആം സ്കേഡ്, ഞാൻ പേടിച്ചിരിക്കുകയാണ്. ദിൽന, വാട്ട് ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ്, എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ദിൽന പറയാണ്, ഡോണ്ട് ബി സ്കേഡ് ഐസക്, പേടിക്കേണ്ട ആവശ്യമില്ല ഐസക്. ഹെൽപ്പ് ഈസ് ഓൺലി ദ വേ, ഹെൽപ്പ് മാത്രമാണ് ഒരു വഴിയുള്ളത്. വി വിൽ ബി ഓക്കെ, എല്ലാം ശരിയാവും. ഐസക്, താങ്ക് യു ദിൽന, യു ആർ വെരി ബ്രേവ്, നല്ല ധൈര്യശാലിയാണെന്ന് പറയാണ്. ഇനി നമുക്ക് അവസാനത്തേത് നോക്കാം, 5ാമത്തെ ആക്ടിവിറ്റി. അതിലും എയും ബിയും വരുന്നുണ്ട്, ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം നൽകിയാൽ മതി. ഇവിടെ നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദീദിയും കുട്ടികൾക്കും അവരുടെ വില്ലേജ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് വില്ലേജിൽ വെക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഒരു പോസ്റ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. നമ്മൾ നല്ല പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. നമുക്ക് എന്ത് എഴുതാം? ഡോണ്ട് ത്രോ വേസ്റ്റ് എന്ന് എഴുതാം. യൂസ് ഡസ്റ്റ്ബിൻസ് ഓൾവേസ് എന്ന് എഴുതാം. ജോയിൻ ഹാൻഡ്സ് ടുഗദർ ടു കീപ് അവർ വില്ലേജ് മോർ ബ്യൂട്ടിഫുൾ എന്ന് എഴുതാം. അങ്ങനെ പോയിന്റ്സ് ആക്കി നല്ലൊരു പോസ്റ്റർ ഇവിടെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവല്ലോ. ഇനി നമുക്ക് 5ാമത്തേത് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? പരസ്യം. ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 4 പ്രിപ്പയർഡ് സം ഡെലീഷ്യസ് കേക്ക്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദെയർ ക്ലാസ് ടീച്ചർ. 4ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല രസമുള്ള കേക്കുകൾ അവരുടെ ക്ലാസ് ടീച്ചറെ സഹായത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ വാണ്ട് ടു സെൽ ദിസ് കേക്ക്, അവർക്ക് ഈ കേക്കുകൾ വിൽക്കണം. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദി കേക്ക്സ്. സോ ഈ കേക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യമാണ് നിങ്ങളിവിടെ തയ്യാറാക്കേണ്ടത്. സോ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? യമ്മി കേക്ക്സ് ഫോർ സെയിൽ അറ്റ് ലോ പ്രൈസ്, കുറഞ്ഞ വിലക്ക് നല്ല സ്വാദുള്ള കേക്കുകൾ എഴുതാം. സോഫ്റ്റ്, ടേസ്റ്റ് ആൻഡ് ഫ്രഷ്, അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എഴുതാം. ഇതുപോലെ നിങ്ങളും നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കരുത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നാളത്തെ എക്സാം മാത്സ് ആണ്. അതുമായി റിലേറ്റഡ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ വീഡിയോ വരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.